സ്കിപ്പ് ചെയ്യലും ഒരു മിനിറ്റ്. നമ്മുടെ എല്ലാവരെയും വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉള്ളത്. നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ കറണ്ട് ബില്ല് എത്രയാണോ നമുക്ക് വരുന്നത്, അപ്പൊ അതനുസരിച്ചാണോ നമ്മൾ എത്ര ഉപയോഗിക്കുന്നതനുസരിച്ചാണോ നമ്മൾ ബില്ല് അടയ്ക്കുന്നത്? നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഞങ്ങളൊരു വീട്ടിൽ മെയിൻ്റെനൻസ് വന്ന സമയത്ത് അവിടെ ഒരു കറണ്ട് ബില്ല് 1500 1750 ആയിരുന്നു ആയത്. അപ്പൊ അവര് പറഞ്ഞിങ്ങനെ കറണ്ട് ബില്ല് കൂടുതലാണ്. അപ്പൊ ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വീട്ടിൽ ഒരു മീറ്ററാണ് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇത് ഒരുവിധം നല്ലൊരു മീറ്ററാണ്. ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള, ഇച്ചിരി കോസ്റ്റ്ലി അല്ല, ഇച്ചിരി നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മീറ്ററാണ്. ഇത് വെച്ചാകുമ്പോഴത്തേക്കും കറക്റ്റ് റീഡിങ് കിട്ടും. ലോക്കൽ മീറ്ററൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ റീഡിങ് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന കറണ്ട് ലീക്കേജ് എത്ര ഉണ്ടെന്നാണ് ചെക്ക് ചെയ്യുന്നത് ഇവിടെ. ഇപ്പൊ ഫേസ് ന്യൂട്രലോടെ കണക്ട് ചെയ്ത് നമ്മൾ ലീക്കേജ് ഒന്ന് ചെക്ക് ചെയ്യാം. ഒന്ന് കാണിച്ച 6.2825 ലീക്കേജ് ആണ്. ഇതൊരു വലിയ ലീക്കേജ് അല്ല. ഒരു 30 മില്ലി ആംപിയർ ലീക്കേജ് ഉണ്ടെങ്കിൽ RCCB ട്രിപ്പ് ആവും. അപ്പൊ ഇത് ഒരു വലിയ ലീക്കേജ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. കുഴപ്പമില്ല. ഇത് ലീക്കേജ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഇവിടെ. നമ്മൾ ഏതൊക്കെ സാധനം എത്ര ആംപിയർ ഇവിടെ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 1.26 ആംപിയറാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഫ്രിഡ്ജൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്, അതുകൊണ്ടാണ് ഇങ്ങനെ. നമുക്കത് കറക്റ്റ് ആണെന്ന് KCBയുടെ മീറ്ററിലൂടെ നോക്കാം. അതിനകത്തും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്ത്, ലീക്കേജ് ഒക്കെ KCBയുടെ മീറ്ററിലൂടെ നമുക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അത് ഞാൻ പിന്നെ അത് പറഞ്ഞുതരാം. ഓക്കെ, 1.26 കറക്റ്റ് 2 ഒരേ റീഡിംഗ് ആണ് കാണിക്കുന്നത്. അതാണ് ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീൻ മേടിക്കുമ്പോഴുള്ള ഒരു പ്രയോജനം എന്നുള്ളത്. കറക്റ്റ് മീറ്ററാണ്. അതിലും ഇതിലും കാണിച്ചു കഴിഞ്ഞാൽ ഒരേ റീഡിംഗ് ആണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് വോൾട്ടേജും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ എടുത്തോ, നമുക്ക് വോൾട്ടേജ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ 400 വോൾട്ടിലിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫേസ് ന്യൂട്രൽ കൂടെ ഇപ്പം 245-41 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ ഫേസും എർത്തും ടെസ്റ്റ് ചെയ്തു. ഫേസ് എർത്തും ഇതേ സെയിം തന്നെ വരണം ഏകദേശം. അതാകുമ്പോൾ എർത്ത് കറക്റ്റാണ് നമുക്ക് മനസ്സിലാക്കാം. അത് 239, 250, 40, 48 വോൾട്ടാണ് വരുന്നത്. എർത്ത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിനകത്ത് DB ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. RCCB ഇപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ RCCB കറക്റ്റ് വർക്കിംഗ് ആണ്. DB ഒന്ന് ഇളക്കി നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ DBയിലെ എല്ലാ വയറും നമ്മൾ ക്ലാമ്പ് ചെയ്ത് ലീക്കേജ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്രിഡ്ജിൻ്റെ ഒരു പോയിൻ്റൊക്കെ ഫ്രിഡ്ജിൻ്റെ എപ്പോഴും അതിൻ്റെ ആംബിയർ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഫ്രിഡ്ജ് എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അത് നമ്മൾ ഫ്രിഡ്ജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ അതുകൊണ്ട് ഈ ഭാഗത്തൂടെ തണുപ്പ് പൊയ്ക്കൊണ്ടിരിക്കും. ഒരുപാട് തണുപ്പിലേക്കൂടെ പോകുന്നു. എന്ന് വെച്ചാൽ കംപ്രസർ ഓഫ് ആവത്തില്ല. 24 മണിക്കൂറും കംപ്രസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പം ചില പഴയ വീട്ടുകളിലെ ഫ്രിഡ്ജുകളൊക്കെ ഇങ്ങനെ ചിലപ്പോൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ആരും ശ്രദ്ധിക്കത്തില്ല ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. ബീഡിങ്ങിൻ്റെ പ്രശ്നമാണ്. എന്താ ബീഡിങ് എല്ലാം പഴയത് പോയി. ഇതിപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ ബീഡിങ് മാത്രം കിട്ടാനും പാടാണ്. അല്ലാതെ പുതിയ ഫ്രിഡ്ജ് മേടിക്കുന്നതായിരിക്കും നല്ലത്. എത്ര ഇവർ കുറേ നാളുകൊണ്ട് ഇങ്ങനെ കറണ്ട് ബില്ല് അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രശ്നം. ഇപ്പോൾ കണ്ടുപിടിച്ച് അവരടുത്ത് പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതാവും കറണ്ട് ബില്ല് കൂടാനുള്ള കാരണം. ഇതാണ് ലീക്ക് കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൻ്റെ പ്രശ്നമായിരുന്നു, വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും ഇല്ല ഇവിടെ. പിന്നെ ഇത് മാത്രം കൊണ്ട് ലീക്കാവാൻ, കറണ്ട് ചാർജ് കൂടാൻ ചാൻസ് ഇല്ല. പല കാരണങ്ങളുണ്ട് കറണ്ട് ലീക്കാവാൻ വേണ്ടി. ഇതിപ്പോൾ ഇതിനകത്ത് ഒരു കാരണം ഇതാണ്. ഇവിടുത്തെ പ്രശ്നം ഇതാണ്. ഇതുങ്ങൾ കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ബീഡിങ്ങിൻ്റെ പ്രശ്നമാണ്. പല വീട്ടിലും കറണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവർ കറണ്ട് ചാർജ് അടയ്ക്കുന്നതെന്നല്ലാതെ നമ്മൾ എത്ര ഉപയോഗിച്ചിട്ടാണോ എത്ര കറണ്ട് ചാർജ് അടയ്ക്കുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. അവരങ്ങ് അടയ്ക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടോ, കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചാണോ അടയ്ക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. സാധാരണ ഇവിടെ ഒരു മോട്ടറുണ്ട്, ഒരു ഫ്രിഡ്ജുണ്ട്, പിന്നെ ഫാൻ BLDC ഉണ്ട്. അതിന് കറണ്ട് ഒരുപാട് ആവത്തില്ല. പിന്നെ LED ട്യൂബുകളൊക്കെ ഉണ്ട്, കറണ്ട് ഒരുപാട് കുറച്ചേ ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് ചാർജ് അടച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പൈസ കയ്യിൽ നിന്നുള്ള പൈസയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം.